അക്കിത്തം അച്യുതൻ നമ്പൂതിരി 1926 മാർച്ച് 18 പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിലെ അമേറ്റൂർ അക്കിത്തം മനയിലാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ജനിച്ചത്. അക്കിത്തം വാസുദേവൻ നമ്പൂതിരിയും ചേക്കൂർ പാർവതി അന്തർജനവുമാണ് ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. ജ്ഞാനപീഠം ജേതാവ്, കവി, പത്രാധിപൻ എന്നീ നിലകളിൽ പ്രസിദ്ധനാണ് അക്കിത്തം. പത്മശ്രീ, എഴുത്തച്ഛൻ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിലെ ഇതിഹാസം എന്ന കാവ്യത്തിലൂടെയാണ് അക്കിത്തം പ്രസിദ്ധനായത്. സംസ്കൃതം, ജ്യോതിഷം, സംഗീതം എന്നിവയെല്ലാം അക്കിത്തത്തിന് വശമുണ്ടായിരുന്നു. 8 വയസ്സിൽ അക്കിത്തം കവിത രചന തുടങ്ങി. 8 വയസ്സ് മുതൽ 12 വയസ്സുവരെ പിതാവിൽ നിന്നും ഋഗ്വേദവും ജ്യോതിഷവും അഭ്യസിച്ചു. 14-ാം വയസ്സിൽ തൃക്കണ്ടിയൂർ കളത്തിൽ ഉണ്ണികൃഷ്ണൻ മേനോനിൽ നിന്നും ഇംഗ്ലീഷ്, കണക്ക് തുടങ്ങിയവയും അഭ്യസിച്ചു. വി.ടി. ഭട്ടതിരിപ്പാടിൽ നിന്നും തമിഴും അദ്ദേഹത്തിന് പഠിക്കാൻ സാധിച്ചു. മംഗളോദയം, യോഗക്ഷേമം എന്നിവയുടെ സഹപത്രാധിപരായും അക്കിത്തം പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് 1956 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സ്ക്രിപ്റ്റ് എഴുത്തുകാരനായി പ്രവർത്തിച്ചു. അതിനുശേഷം 1975 ആകാശവാണി തൃശൂർ നിലയത്തിൽ എഡിറ്ററായി. തുടർന്ന് 1985 ആകാശവാണിയിൽ നിന്ന് അക്കിത്തം വിരമിച്ചു. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന പ്രശസ്തമായ വരികൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. മലയാള കവിതയിൽ ആധുനികത ആരംഭിക്കുന്നത് ഈ ഖണ്ഡകാവ്യത്തിൽ നിന്നാണ്. കുടുംബം. 1949 തൻ്റെ 23-ാം വയസ്സിൽ ശ്രീദേവി അന്തർജനവുമായി വിവാഹം നടന്നു. ഇവർക്ക് 6 മക്കളുമുണ്ട്. ചിത്രകാരനും ശില്പിയുമായ അക്കിത്തം നാരായണൻ സഹോദരനാണ്. മകൻ അക്കിത്തം വാസുദേവൻ ചിത്രകാരനാണ്. പ്രധാന കൃതികൾ: ചെറുകഥ, നാടകം, കവിത, വിവർത്തനം, ഉപന്യാസം എന്നിങ്ങനെ 46ഓളം കൃതികൾ അക്കിത്തം രചിച്ചിട്ടുണ്ട്. മനസാക്ഷിയുടെ പൂക്കൾ, നിമിഷക്ഷേത്രം, പഞ്ചവർണ്ണക്കിളി, 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, വെണ്ണക്കല്ലിൻ്റെ കഥ, മധുവിധു, അരങ്ങേറ്റം, ഭാഗവതം, ഇടിഞ്ഞുപൊളിഞ്ഞ ലോകം, അമൃതഗാഥിക, ഒരു കുലമുന്തിരിങ്ങ, മധുവിധുവിനു ശേഷം, സമത്വത്തിൻ്റെ ആകാശം, മാനസപ്പൂച്ച, 5 നാടോടിപ്പൂക്കൾ, സ്പർശമണികൾ തുടങ്ങിയവയാണ്. 1971 എഴുതിയ ഉപനയം, 1978 സമവർത്തനം തുടങ്ങിയവയാണ് അക്കിത്തത്തിൻ്റെ ഉപന്യാസങ്ങൾ. പുരസ്കാരങ്ങൾ: ബലിതർപ്പണം എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും 1973 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. 1974 ഓടക്കുഴൽ അവാർഡും 1952 സഞ്ജയൻ പുരസ്കാരവും 2008 എഴുത്തച്ഛൻ പുരസ്കാരവും 2012 അന്തിമ കലഹം എന്ന കൃതിക്ക് വയലാർ അവാർഡും 2008 മാതൃഭൂമി സാഹിത്യ പുരസ്കാരവും ലഭിച്ചു. സാഹിത്യ പുരസ്കാരവും 2017 പത്മശ്രീയും 2019 ജ്ഞാനപീഠ പുരസ്കാരവും 2020 പുത്തൂർ പുരസ്കാരവും ലഭിച്ചു. മരണം: 2020 ഒക്ടോബർ 15 രാവിലെ 8 തൃശ്ശൂരിലെ സ്പോട്ട് ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരണമടഞ്ഞു. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 94 വയസ്സായിരുന്നു.